Hi all, welcome back to Click. ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് നെറ്റ്വർക്ക് റെഫറൻസ് മോഡൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്ന റെഫറൻസ് മോഡൽസ് തന്നെയാണ്. ഒന്ന് ISO OSI റെഫറൻസ് മോഡലും അടുത്തത് TCP/IP പ്രോട്ടോകോൾ സൂട്ടും. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള നെറ്റ്വർക്ക് റെഫറൻസ് മോഡൽസ് നമുക്ക് ആവശ്യമായി വരുന്നത്? ഒരു സിമ്പിൾ നെറ്റ്വർക്ക് ആയിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷെ ഒരു കോംപ്ലക്സ് നെറ്റ്വർക്കിന്റെ കേസിൽ കമ്മ്യൂണിക്കേഷൻ ബൈ ഡയറക്ഷണലി പോസിബിൾ ആവണമെങ്കിൽ അത് സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു സെറ്റ് ഓഫ് റൂൾസ് ഈ കമ്മ്യൂണിക്കേഷനകത്ത് എൻഗേജ് ആവുന്ന രണ്ട് പാർട്ടീസും ഫോളോ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. നമുക്കറിയാം പ്രോട്ടോകോൾസ് എന്താണ്, അതൊക്കെ നമ്മൾ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പഠിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ്. സെറ്റ് ഓഫ് റൂൾസ്, കമ്മ്യൂണിക്കേഷൻ ഗവേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ആണ് ഈ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ റെഫറൻസ് മോഡൽസിൽ ചെയ്യുന്നത് പ്രോട്ടോകോൾ ലെയറിംഗ് ആണ്. അതുവഴി നമുക്ക് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡർഡൈസ് ചെയ്യാനും കൂടാതെ പല സിസ്റ്റംസ്, ഡിഫറെന്റ് സിസ്റ്റംസിനിടയിലുള്ള ഇന്റർഓപ്പറബിലിറ്റി എൻഷുർ ചെയ്യാനും അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്ക് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ട്രബിൾ ഷൂട്ട് ചെയ്ത് അങ്ങനെ ബെറ്റർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഈ റെഫറൻസ് മോഡൽസ്, നെറ്റ്വർക്ക് റെഫറൻസ് മോഡൽസ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് സാധിക്കും. പ്രാക്ടിക്കൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ വൈഡ്ലി യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള നെറ്റ്വർക്കിംഗ് മോഡൽ എന്ന് പറയുന്നത് TCP/IP പ്രോട്ടോകോൾ സൂട്ടാണ്. ഈ ഒരു TCP/IP പ്രോട്ടോകോൾ സൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇന്റർനെറ്റ് തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. TCP/IP എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ /IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഇനി ISO OSI റെഫറൻസ് മോഡൽ എന്ന് പറയുമ്പോൾ ISO OSI റെഫറൻസ് മോഡൽ എന്ന് പറയുമ്പോൾ ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ, OSI എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, അതായത് ISO ആണ്. ഈ ISO OSI മോഡൽ എന്ന് പറയുന്നത് ഒരു കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ആണ്. അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എങ്കിലും അത് അത്ര പ്രചാരത്തിലില്ല. നമ്മൾ ഈ രണ്ട് മോഡൽസും കമ്പയർ ചെയ്തിട്ടാണ് ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കപ്പോൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ രണ്ട് മോഡൽസിലും ലെയറിങ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. പ്രോട്ടോകോൾസ് ലെയറിങ് ചെയ്യുന്നുണ്ട്. സോ ഏതൊക്കെ ലെയേഴ്സ് ആണ് നമുക്ക് ഈ രണ്ട് മോഡൽസിലും വരുന്നത്, അതുപോലെ തന്നെ ഓരോ ലെയറിന്റെയും ഫങ്ഷൻസ് എന്താണ്, ഓരോ ലെയറിലും യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ഏതൊക്കെയാണ്, ഓരോ ലെയറിലും ഓരോ പാക്കറ്റിനെയും നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, എന്ത് അഡ്രസ്സിംഗ് ആണ് ഓരോ ലെയറിലും യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ നെറ്റ്വർക്ക് ഡിവൈസസ് നമുക്ക് ഓരോ ലെയറിലും യൂസ് ചെയ്യാം. നമ്മൾ വലിയൊരു പോർഷൻ ആണ് ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് കവർ ചെയ്യുന്നത്. അതായത് ISO OSI റെഫറൻസ് മോഡലിന്റെയും അതുപോലെ TCP/IP പ്രോട്ടോകോൾ സൂട്ടിന്റെയും അതുമായി ബന്ധപ്പെട്ട ഒരു ബിഗ് പിക്ചർ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. യൂഷ്വലി നമ്മൾ ഈ ടോപ്പിക്സ് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട്, ഇതിന്റെ എല്ലാം ഒരു സമ്മറി ഒരൊറ്റ പേജിലാക്കി നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഓർത്തു വെക്കാൻ എളുപ്പമായിരുന്നേനെ എന്ന്. അതാണ് നിങ്ങൾ ഇവിടെ ഈ കാണുന്ന ടേബിൾ. നമ്മൾ ഇതിന്റെ ഓവർവ്യൂ മാത്രമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ ഓരോ ടെർമിനോളജീസും ഇനി ഫർദർ വീഡിയോസിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയി തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് 7 ലെയേഴ്സ് ആണ് ISO OSI റെഫറൻസ് മോഡലിലുള്ളത്. മേലെ നിന്ന് എന്റെ യൂസറിന്റെ അടുത്ത് നിന്ന് താഴോട്ടേക്കുള്ള ആ ഒരു ഓർഡറിലാണ് ലെയേഴ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ആപ്ലിക്കേഷൻ ലെയർ, ദെൻ പ്രസന്റേഷൻ ലെയർ, സെഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ. അങ്ങനെ 7 ലെയേഴ്സ് ആണ് ISO OSI റെഫറൻസ് മോഡലിൽ ഉള്ളത് എങ്കിൽ TCP/IP പ്രോട്ടോകോൾ സൂട്ടിൽ 4 ലെയേഴ്സ് മാത്രമേ ഉള്ളൂ. ISO OSI റെഫറൻസ് മോഡലിൽ നമ്മൾ കണ്ട ആദ്യത്തെ 3 ലെയേഴ്സ്, അതായത് ആപ്ലിക്കേഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, സെഷൻ ലെയർ, ഇതിന്റെ മൂന്നിന്റെയും എല്ലാ ഫങ്ഷൻസും ഈ TCP/IP പ്രോട്ടോകോൾ സൂട്ടിലുള്ള ആപ്ലിക്കേഷൻ ലെയർ ഒറ്റയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ആപ്ലിക്കേഷൻ ലെയറിനെ നമുക്ക് വേണമെങ്കിൽ, ഈ ആപ്ലിക്കേഷൻ ലെയറിനെ എന്ന് പറയുമ്പോൾ TCP/IP പ്രോട്ടോകോൾ സൂട്ടിനകത്ത് വരുന്ന ആപ്ലിക്കേഷൻ ലെയറിനെ നമുക്ക് വേണമെങ്കിൽ പ്രോസസ് ലെയർ എന്നും വിളിക്കാം. അടുത്തത് ട്രാൻസ്പോർട്ട് ലെയർ ആണ്. ഈ ISO OSI റെഫറൻസ് മോഡലിനകത്ത് കാണുന്ന ആ ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഫങ്ഷൻസ് എല്ലാം തന്നെ ഈ TCP/IP പ്രോട്ടോകോൾ സൂട്ടിനകത്തുള്ള ട്രാൻസ്പോർട്ട് ലെയറും ആ ഫങ്ഷൻസ് ഒക്കെ തന്നെയും ഫുൾഫിൽ ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ട്രാൻസ്പോർട്ട് ലെയറിനെ വേണമെങ്കിൽ നമുക്ക് ഹോസ്റ്റ് ടു
ഹോസ്റ്റ് ലെയർ എന്നും വിളിക്കാവുന്നതാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹോസ്റ്റ് ടു ഹോസ്റ്റ് ലെയർ എന്നും നമുക്ക് ഈ TCP/IP പ്രോട്ടോകോൾ സൂട്ടിനകത്തുള്ള ട്രാൻസ്പോർട്ട് ലെയറിനെ വിളിക്കാവുന്നതാണ്. അടുത്തത് ഇന്റർനെറ്റ് ലെയർ ആണ്. ISO/OSI റെഫറൻസ് മോഡലിലെ നെറ്റ്വർക്ക് ലെയറിന് ഇക്വലന്റ് ആയിട്ടുള്ള ലെയർ ആണ് ഈ പറയുന്ന ഇന്റർനെറ്റ് ലെയർ. നാലാമത്തെ ലെയർ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ആക്സസ് ലെയർ ആണ്. TCP/IP പ്രോട്ടോകോൾ സൂട്ടിനകത്തുള്ള നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് പറയുന്നത് ISO/OSI റെഫറൻസ് മോഡലിലെ ഡേറ്റ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയറും കൂടെ ചെയ്യുന്ന ഫങ്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ 4 ലെയേഴ്സ് ആണ് TCP/IP പ്രോട്ടോകോൾ സൂട്ടിനകത്ത് വരുന്നതെങ്കിൽ ISO/OSI റെഫറൻസ് മോഡലിനകത്ത് വരുന്നത് 7 ലെയേഴ്സ് ആണ്. ഈ പറഞ്ഞ ലെയേഴ്സിനെ എല്ലാം നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത് ഹോസ്റ്റ് ലെയേഴ്സ്, രണ്ടാമത്തേത് മീഡിയ ലെയേഴ്സ്. ISO/OSI റെഫറൻസ് മോഡലിലെ ആദ്യത്തെ 4 ലെയേഴ്സ് ഉണ്ടല്ലോ, ആപ്ലിക്കേഷൻ, പ്രസന്റേഷൻ, സെഷൻ ആൻഡ് ട്രാൻസ്പോർട്ട്, നമ്മളെ യൂസർ എൻഡ് താഴേക്കാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ ഈ 4 ലെയേഴ്സിനെയും നമുക്ക് ഹോസ്റ്റ് ലെയേഴ്സ് എന്ന് പറയാം. TCP/IPന്റെ കാര്യത്തിൽ നമുക്കത് 2 ലെയേഴ്സ് വരുന്നുള്ളൂ, ആപ്ലിക്കേഷൻ ലെയറും ട്രാൻസ്പോർട്ട് ലെയറും. അതിനെയാണ് നമ്മൾ ഹോസ്റ്റ് ലെയേഴ്സ് എന്ന് പറയുന്നത്. ഈ എൻഡ് ടു എൻഡ് ഡേറ്റ പ്രോസസ്സിങ്ങും ഡെലിവറിയും ചെയ്യുന്നത് ഹോസ്റ്റ് ലെയേഴ്സ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ ഏതാണ് പറഞ്ഞത്? മീഡിയ ലെയേഴ്സ് ആണ്. ISO/OSI റെഫറൻസ് മോഡലിനകത്ത് വരുന്ന നെറ്റ്വർക്ക് ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ, ഇതിനെയൊക്കെ നമ്മൾ മീഡിയ ലെയേഴ്സ് എന്ന് പറയുമെങ്കിൽ TCP/IP പ്രോട്ടോകോൾ സൂട്ടിനകത്ത് ഇന്റർനെറ്റ് ആൻഡ് നെറ്റ്വർക്ക് ആക്സസ് ലെയേഴ്സിനെയാണ് നമ്മൾ മീഡിയ ലെയേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഫിസിക്കൽ ട്രാൻസ്മിഷനും റൗട്ടിങ്ങുമാണ്. ഇനി നമുക്ക് ഓരോ ലെയറിന്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ISO/OSI റെഫറൻസ് മോഡലിലെ ആദ്യ 3 ലെയേഴ്സിന്റെ സെയിം ഫങ്ഷനാലിറ്റി ആണ് ആപ്ലിക്കേഷൻ ലെയർ TCP/IP പ്രോട്ടോകോൾ സൂട്ടിനകത്ത് വരുന്ന ഒറ്റ ലെയർ ചെയ്യുന്നത് എന്നത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ പറയുന്ന ഫങ്ഷൻസ് എല്ലാം മനസ്സിലാക്കാനായിട്ട്. ഈ ആപ്ലിക്കേഷൻ ലെയറും പ്രസന്റേഷൻ ലെയറും സെഷൻ ലെയറും കൂടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ലെയർ വിച്ച് ഈസ് ഇൻ TCP/IP പ്രോട്ടോകോൾ സൂട്ട് വിൽ ഡു. എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്നത് ആപ്ലിക്കേഷൻ ലെയർ ആണ്. ആപ്ലിക്കേഷൻ ലെയർ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് പ്രൊവൈഡ്സ് നെറ്റ്വർക്ക് സർവീസസ് ടു എൻഡ് യൂസർ ആപ്ലിക്കേഷൻസ്, സപ്പോർട്ട്സ് ഫയൽ ട്രാൻസ്ഫേഴ്സ്, ഇമെയിൽ, നെറ്റ്വർക്ക് ഡേറ്റ ഷെയറിംഗ്, റിമോട്ട് ലോഗിൻ ആൻഡ് ഡയറക്ടറി സർവീസസ്. അതിനു വേണ്ടിയുള്ള പ്രോട്ടോകോൾസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എൻഡ് യൂസർ ആപ്ലിക്കേഷൻസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ FTP, SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ ഓർ SNMP, ടെൽനെറ്റ് നമ്മൾ റിമോട്ട് ലോഗിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ദെൻ ഡൊമൈൻ നെയിം സെർവർ, DHCP ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ, POP3 ആൻഡ് IMAP അതൊക്കെ മെയിലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കുന്നുണ്ട്. സോ ISO/OSI റെഫറൻസ് മോഡലിനകത്തുള്ള ആപ്ലിക്കേഷൻ ലെയർ ഇറ്റ് പ്രൊവൈഡ്സ് ഓൾ ദീസ് സർവീസസ് യൂസിങ് ഓൾ ദീസ് പ്രോട്ടോകോൾസ്. ഇനി പ്രസന്റേഷൻ ലെയറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് ഡേറ്റ ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ ആൻഡ് നെറ്റ്വർക്ക് ഫോർമാറ്റ്സ്. അതുപോലെ തന്നെ ഡേറ്റ എൻക്രിപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് പ്രസന്റേഷൻ ലെയർ ആണ്. കേരള PSCയുടെ ഒരുപാട് പേപ്പറുകളിൽ കമ്പ്യൂട്ടർ സയൻസ് ബേസിക് എലിജിബിലിറ്റി ആയി ചോദിച്ചിട്ടുള്ള ഒരുപാട് പേപ്പറുകളിൽ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഡേറ്റ എൻക്രിപ്ഷൻ ഏത് ലെയറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്, അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ലെയർ ആണ്, അല്ലെങ്കിൽ കംപ്രഷന്റെ കാര്യവും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഏത് ലെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് പ്രസന്റേഷൻ ലെയർ. അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ ലൈക്ക് ASCII to EBCDIC അങ്ങനെയുള്ളതും ചെയ്യുന്നത് പ്രസന്റേഷൻ ലെയറിൽ തന്നെയാണ്. അതിൽ ഒരുപാട് പ്രോട്ടോകോൾസ് അവൈലബിൾ ആണ്. SSL or TLS, JPEG, MPEG, GIF, ASCII, EBCDIC, PNG, XML, HTML അതെല്ലാം ഈ പ്രോട്ടോകോൾസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റേഷൻ ലെയറിലാണ്. ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ ആ പേര് ഓർത്ത് വെച്ച് പോവുക. ഇനി നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് സെഷൻ ലെയർ ആണ്. ഇതെന്താണ് ചെയ്യുന്നത്? ഇറ്റ് എസ്റ്റാബ്ലിഷസ്, മാനേജസ് ആൻഡ് ടെർമിനേറ്റ്സ് സെഷൻസ്. അതുപോലെ തന്നെ കൺട്രോൾസ് ഡയലോഗ് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ്. അത് ഫുൾ ഡ്യൂപ്ലെക്സ് ആയിക്കോട്ടെ, ഹാഫ് ഡ്യൂപ്ലെക്സ് ആയിക്കോട്ടെ. അതുപോലെ തന്നെ സെഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ സെഷൻ ലെയറിന്റെ ഉത്തരവാദിത്വമാണ്. ഈ പറഞ്ഞ 3 ലെയേഴ്സിന്റെയും എല്ലാ ഫങ്ഷൻസും ഒറ്റയടിക്ക് TCP/IP പ്രോട്ടോകോൾ സൂട്ടിനകത്തുള്ള ആപ്ലിക്കേഷൻ ലെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും.
ഈ ലാസ്റ്റ് പറഞ്ഞ സെഷൻ ലെയറിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോകോൾസ് വരുന്നത് നെറ്റ് ബയോസ്, RPC, PPTP, സോക്സ്, അതുപോലെ തന്നെ ASP, ഇതൊക്കെയാണ് സെഷൻ ലെയറിനകത്ത് വരുന്ന പ്രോട്ടോകോൾസ്. നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് ലെയർ. TCP/IP അകത്തായിക്കോട്ടെ അല്ലെങ്കിൽ ISO/OSI ആയിക്കോട്ടെ, രണ്ടും സെയിം നെയിമിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. ഇൻ കേസ് ഓഫ് TCP/IP പ്രോട്ടോകോൾ സൂട്ട്, സംടൈംസ് ഇറ്റ് ഈസ് കോൾഡ് ഹോസ്റ്റ് ടു ഹോസ്റ്റ് ലെയർ. ഇതെന്താ ചെയ്യാച്ചാല് ഇറ്റ് എൻഷുവേഴ്സ് കംപ്ലീറ്റ് ഡേറ്റ ട്രാൻസ്ഫർ വിത്ത് റിലയബിലിറ്റി, ഫ്ലോ കൺട്രോൾ, സെഗ്മെന്റേഷൻ, റീഅസംബ്ലി ആൻഡ് എറർ ഡിറ്റക്ഷൻ. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ് TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, UDP, യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ, SCTP, DCCP, എക്സെട്ര. അപ്പോൾ രണ്ട് നെറ്റ്വർക്ക് മോഡൽസിലെയും ഹോസ്റ്റ് ലെയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് end-to-end ഡേറ്റ പ്രോസസ്സിങ്ങിനും ഡെലിവറിക്കും വേണ്ടിയിട്ടുള്ള ലെയേഴ്സിന്റെ ഫങ്ഷൻസും പ്രോട്ടോകോൾസും ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് മീഡിയ ലെയേഴ്സ്, which is responsible for physical transmission and routing, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വരുന്നത് ISO/OSI മോഡലിനകത്ത് നെറ്റ്വർക്ക് മോഡൽ, വിച്ച് ഇസ് നോൺ ആസ് ഇന്റർനെറ്റ് ലെയർ ഇൻ TCP/IP പ്രോട്ടോകോൾ സൂട്ട്. ഇതെന്താ ചെയ്യാച്ചാൽ ഹാൻഡിൽസ് ലോജിക്കൽ അഡ്രസ്സിംഗ് ആൻഡ് റൗട്ടിംഗ് and determines the best path for data fragmentation and reassembly of packets. ഈ പറഞ്ഞ ഫങ്ഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. IP, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, അത് വേർഷൻ 4 ഉണ്ട്, വേർഷൻ 6 ഉണ്ട്. then ICMP, IGMP, ARP, RARP, IPsec, എക്സെട്ര. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയി പഠിക്കുന്നുണ്ട് കേട്ടോ. നെയിംസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. Then network layer കഴിഞ്ഞു. ഇനി next data link layer. Data link layer in ISO/OSI model. What does it do? It ensures error-free transfer of data frames between nodes over the physical layer. Then flow control is there. Frame synchronization is also there. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതർനെറ്റ്, PPP, പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ, HTLC, ഫ്രെയിം റിലേ, ATM, MPLS, ARP ലെയർ 2 യൂസിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ IEEE 802.3, 802.11 അതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഫൈനലി ഫിസിക്കൽ ലെയർ. ഈ ഡേറ്റ ലിങ്ക് ലെയറിന്റെയും ഫിസിക്കൽ ലെയറിന്റെയും കൂടിയുള്ള എല്ലാ ഫംഗ്ഷൻസും നെറ്റ്വർക്ക് ആക്സസ് ലെയർ TCP/IP പ്രോട്ടോകോൾ സൂട്ടിനകത്ത് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്യുന്നത് നേരത്തെ ഡേറ്റ ലിങ്ക് ലെയർ പറഞ്ഞ എല്ലാ ഫംഗ്ഷൻസും ചെയ്യുന്നുണ്ടായിരിക്കും. കൂടാതെ ഇറ്റ് ട്രാൻസ്മിറ്റ്സ് റോ ബിറ്റ്സ് ഓവർ ഫിസിക്കൽ മീഡിയം, ഡിഫൈൻസ് ഇലക്ട്രിക്കൽ ഓർ ഒപ്റ്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇന്റർഫേസസ് വിത്ത് ട്രാൻസ്മിഷൻ മീഡിയം. ഇത്രയും കാര്യങ്ങളാണ് ഈ നെറ്റ്വർക്ക് ആക്സസ് ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ഫിസിക്കൽ ലെയർ ഈ ഒരു സെല്ലിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും. ഓക്കെ, അപ്പൊ ഫങ്ഷൻസ് ക്ലിയർ ആയല്ലോ. ദെൻ ഈ ഒരു ഫിസിക്കൽ ലെയറിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇതിൽ നമ്മൾ DSL, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ, ISDN, USB, ബ്ലൂടൂത്ത്, IEEE 802.11, ഫിസിക്കൽ കോയാക്സിൽ ഓർ ഫൈബർ ഓർ UTP കേബിൾസ്, അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, ഫിസിക്കൽ ലെയറിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വി വിൽ ബി ഡിസ്കസിങ് ദോസ് ഓൾസോ ഇൻ ഡീറ്റെയിൽ. നൗ ഈ ഓരോ ലെയറിലും നമ്മൾ നെറ്റ്വർക്ക് വഴി സെൻഡ് ചെയ്യുന്ന പാക്കറ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, അതാണ് ഈ കോളത്തിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫിസിക്കൽ ലെയറിൽ ബിറ്റ്സ് ആണെങ്കിൽ അത് ഡേറ്റ ലിങ്ക് ലെയറിൽ എത്തുമ്പോൾ ഫ്രെയിം ആയിട്ട് മാറും. നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ലെയറിൽ നമ്മൾ പാക്കറ്റ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ദെൻ ട്രാൻസ്പോർട്ട് ലെയറിൽ നമ്മൾ ഈ പാക്കറ്റിനെ വിളിക്കുന്ന പേരാണ് സെഗ്മെന്റ് ഓർ ഡേറ്റാഗ്രാം. TCP ആണെങ്കിൽ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആണെങ്കിൽ നമ്മൾ സെഗ്മെന്റ് എന്നും, UDP ആണ് നമ്മുടെ പ്രോട്ടോകോൾ എങ്കിൽ, അതായത് യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഡേറ്റാഗ്രാം എന്നുമായിരിക്കും നമ്മൾ ട്രാൻസ്പോർട്ട് ലെയറിലെ പാക്കറ്റിനെ വിളിക്കുന്നത്. ദെൻ അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് ഈ പാക്കറ്റ് നെയിം ഡേറ്റ എന്ന് തന്നെയായിരിക്കും അറിയപ്പെടുന്നത്. അത് ഏത് ലെയർ വേണമെങ്കിൽ ആയിക്കോട്ടെ. നൗ നെക്സ്റ്റ് കോളത്തിൽ അഡ്രസ്സിംഗ് യൂസ്ഡ്, അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ആപ്ലിക്കേഷൻ ലെയറിൽ ഈ അഡ്രസ്സിംഗ് ആപ്ലിക്കബിൾ അല്ല. സ്റ്റിൽ വി ക്യാൻ സേ ദാറ്റ് ഈ ആപ്ലിക്കേഷൻ ലെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡൊമൈൻ നെയിംസ് അല്ലെങ്കിൽ URLs ആയിരിക്കും. ലൈക്ക് www.google.com.in എന്നൊക്കെ പറയില്ലേ നമ്മൾ, അല്ലെങ്കിൽ google.com എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള URLs ആയിരിക്കും നമ്മൾ ആക്ച്വലി ആപ്ലിക്കേഷൻ ലെയറിൽ അഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അഡ്രസ്സിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദ വേ വി അണ്ടർസ്റ്റാൻഡ് ഐഡന്റിഫൈ ദിസ് ഈസ് ഇൻ ദിസ് നെയിം, ഈ ഒരു ഫോമിലായിരിക്കും, ഡൊമൈൻ നെയിമിന്റെ അല്ലെങ്കിൽ URL ഫോമാറ്റിലായിരിക്കും. ഓക്കെ,
presentation ലെയറിലും സെഷൻ ലെയറിലും ഇത് ആപ്ലിക്കബിൾ അല്ല. സോ ഓൺലി വാട്ട് വി ഹാവ് ഇൻ ദിസ് application layer in TCP/IP protocol suite is this URL. Okay. Then transport ലെയറിലാണെങ്കിൽ നമ്മൾ പോർട്ട് നമ്പർ വെച്ചിട്ടായിരിക്കും അഡ്രസ് ചെയ്യുന്നത്. Then ഈ പോർട്ട് നമ്പറിനെ ദെൻ നെറ്റ്വർക്ക് ലെയറിലോട്ട് എത്തുമ്പോൾ ലോജിക്കൽ അഡ്രസ്സസ്, അതായത് IP അഡ്രസ്സസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ദെൻ കംസ് ലിങ്ക് ലെയർ അഡ്രസ്സസ് ഓർ MAC അഡ്രസ്സസ് ആൻഡ് ഫൈനലി ദർ വിൽ ബി സം ഫിസിക്കൽ മീഡിയം, നോട്ട് എനി അഡ്രസ്സിംഗ്. ഇനി നെറ്റ്വർക്ക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ഈച്ച് ഓഫ് ദീസ് ലെയേഴ്സ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത്. അതിന്ന് ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് വരാറുണ്ട്. സോ അത് നോട്ട് ചെയ്ത് വെക്കുക. ഫിസിക്കൽ ലെയറിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഡിവൈസസ്, നെറ്റ്വർക്ക് ഡിവൈസസ് എന്ന് പറയുന്നത് ഹബ്ബ് യൂസ് ചെയ്യാം, റിപ്പീറ്റർ യൂസ് ചെയ്യാം, മോഡം യൂസ് ചെയ്യാം, കേബിൾസ് യൂസ് ചെയ്യാം. ഈ ഹബ്ബ് എന്ന് പറയുന്നത് ഫണ്ടമെന്റലി ബ്രോഡ്കാസ്റ്റിംഗിന് വേണ്ടിയിട്ടുള്ള പാസീവ് ഡിവൈസ് ആണ്. ഇതുമായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഒന്നും അസോസിയേറ്റഡ് ആയിരിക്കില്ല. ജസ്റ്റ് ബ്രോഡ്കാസ്റ്റിംഗിന് യൂസ് ചെയ്യുന്ന പാസീവ് ഡിവൈസ് ആണ് ഹബ്ബ്. റിപ്പീറ്ററുടെ കേസിലാണെങ്കിൽ അതൊരു ഇലക്ട്രോണിക് സിഗ്നൽ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ ഒരു ഹയർ ലെവലിൽ അല്ലെങ്കിൽ ഒരു ഹയർ പവറിൽ അതിന്റെ മറ്റേ സൈഡിൽ കൂടെ റീട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് റിപ്പീറ്റർ ചെയ്യുന്നത്. മോഡം നമുക്ക് അറിയുന്നതാണ്, മോഡുലേഷൻ ഡിമോഡുലേഷൻ, അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കേബിൾസ് എന്ന് പറയുമ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന കേബിൾസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക്, ഡിവൈസസ് ആണ് നമുക്ക് ഫിസിക്കൽ ലെയറിനകത്ത് യൂസ് ചെയ്യാവുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. Now coming to data link layer, അതിനകത്ത് നമുക്ക് സ്വിച്ചും ബ്രിഡ്ജും NIC ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സ്വിച്ച് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സോഫ്റ്റ്വെയർ. ഹബ്ബും സ്വിച്ചും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. സ്വിച്ച് എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് ഇന്റലിജൻസ് കാണും. ഹബിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു പാസീവ് ഡിവൈസ് മാത്രമാണ്. സ്വിച്ചിനകത്ത് അതൊരു സോഫ്റ്റ്വെയർ ആയിട്ട് അസോസിയേറ്റഡ് ആയതുകൊണ്ട് തന്നെ അതൊരു ആക്റ്റീവ് ഡിവൈസ് ആയിരിക്കും. അതിനകത്തൊരു ലുക്കപ്പ് ടേബിൾ ഉണ്ടായിരിക്കും സിസ്റ്റംസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹബിനേക്കാളും 3 മുതൽ 5 മടങ്ങ് വരെ അതിന്റെ വിലയും കൂടുതലായിരിക്കും. പിന്നെ ഹബിലോട്ട് വരുന്ന ട്രാഫിക് കൂടുതലായിരിക്കും, പക്ഷെ സ്വിച്ചിലോട്ട് കമ്പാരിറ്റീവ്ലി ലെസ് ട്രാഫിക് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ പെർഫോമൻസും നന്നായിരിക്കും. ഇനി അടുത്തത് ബ്രിഡ്ജ് ആണ്. ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ഡിവൈസ് തന്നെയാണ്. അത് നമ്മൾ മൾട്ടിപ്പിൾ ലാൻസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിലൊരു സോഫ്റ്റ്വെയർ അസോസിയേറ്റഡ് ആയിരിക്കും, ഒരു ലുക്കപ്പ് ടേബിൾ ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും ലാൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബ്രിഡ്ജിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഡിസൈൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫിൽട്ടർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, അത്രയും മാത്രമാണ് ബ്രിഡ്ജ് ചെയ്യുന്നത്. പിന്നെ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്സ് ആണ് വരുന്നത്. അതും ഡേറ്റ ലിങ്ക് ലെയറിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഡിവൈസ് ആണ്. ഇനി അടുത്തത് നെറ്റ്വർക്ക് ലെയർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ലെയർ ആണ് വരുന്നത്. അതിനകത്ത് നമുക്ക് റൗട്ടർ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ലെയർ 3 സ്വിച്ചും യൂസ് ചെയ്യാം. സിമിലർ ആയിട്ടുള്ള ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൗട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈ റൗട്ടേഴ്സിനകത്തായിരിക്കും നമ്മുടെ റൗട്ടിംഗ് അൽഗരിതംസ് ഒക്കെ റൺ ചെയ്യുന്നത്. നെറ്റ്വർക്ക് ലെയർ വരെ മാത്രമേ ഈ റൗട്ടർ വർക്ക് ചെയ്യുള്ളൂ, അതിന്റെ മുകളിലേക്ക് റൗട്ടർ വർക്ക് ചെയ്യില്ല. ദെൻ ലെയർ 3 സ്വിച്ചസും ഇതിനകത്ത് നെറ്റ്വർക്ക് ലെയർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ലെയറിനകത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഗേറ്റ് വേ യൂസ് ചെയ്യാം, ഫയർവാൾ യൂസ് ചെയ്യാം, ലോഡ് ബാലൻസർ യൂസ് ചെയ്യാം. ഗേറ്റ് വേ എന്ന് പറയുന്നത് the network which differ at transport layer level അല്ലെങ്കിൽ application layer level are connected through special junction boxes and these boxes are called gateways. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസിമിലർ നെറ്റ്വർക്ക്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗേറ്റ്വേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ പ്രോട്ടോകോൾ കൺവേർട്ടർ എന്നും വിളിക്കാം. ഓക്കെ, ദെൻ വരുന്നതാണ് ഫയർവാൾ. ഫയർവാൾസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ലോഡ് ബാലൻസേഴ്സും ട്രാൻസ്പോർട്ട് ലെയറിൽ നമുക്ക് യൂസ് ചെയ്യാം. ഗേറ്റ്വേസ് നമുക്ക് ബേസിക്കലി പറയുകയാണെങ്കിൽ ഏത് ലെയറിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. സെഷൻ ലെയറിൽ നമുക്ക് ഗേറ്റ്വേ യൂസ് ചെയ്യാം, പ്രസന്റേഷൻ ലെയറിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലെയറിലും യൂസ് ചെയ്യാം. ആപ്ലിക്കേഷൻ ലെയറിനെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കേഷൻ സെർവേഴ്സും നമുക്ക് ആ ലെയറിൽ യൂസ് ചെയ്യാവുന്നതാണ്, ലൈക്ക് ഇമെയിൽ സെർവേഴ്സ്, വെബ് സെർവേഴ്സ്, അങ്ങനെയുള്ളതൊക്കെ. നമ്മൾ പ്രാക്ടിക്കലി ഇപ്പോൾ TCP/IP പ്രോട്ടോകോൾ സൂട്ട് ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു. OSI മോഡൽ എന്ന് പറയുന്നത് TCP/IP പ്രോട്ടോകോൾ സൂട്ട് കഴിഞ്ഞിട്ടാണ് OSI മോഡൽ വരുന്നത്. ഈ TCP/IP ഫുള്ളി പ്ലേസ് ചെയ്തതിന് ശേഷം വന്നതുകൊണ്ട് ISO OSI റെഫറൻസ് മോഡലിന് വേണ്ടി ഇനിയും പൈസ മുടക്കുക, സമയം മുടക്കുക, അതുപോലെ തന്നെ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ മാറ്റുക എന്ന് പറയുന്നത് ഒരുപാട് ടൈമും മണിയും ഒക്കെ നമുക്ക്
സ്പെൻഡ് ചെയ്യേണ്ടതുകൊണ്ട് അത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പൊ തൽക്കാലത്തേക്ക്. സോ പ്രാക്ടിക്കലി വി ആർ ഫുള്ളി ഡിപ്പെൻഡിങ് ഓൺ ദിസ് TCP/IP പ്രോട്ടോകോൾ സൂട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ റെഫറൻസ് മോഡൽസ്, നെറ്റ്വർക്ക് റെഫറൻസ് മോഡൽസിൽ ISO OSI റെഫറൻസ് മോഡൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ TCP/IP പ്രോട്ടോകോൾ സൂട്ട് ആയിക്കോട്ടെ, നമ്മൾ ഓവറോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി അങ്ങോട്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഓരോ വേർഡും നമ്മൾ സ്പെഷ്യൽ ആയിട്ട് സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യേണ്ടി വരും. കാരണം അത്രയും കണ്ടന്റ്സ് ഈ ഒരു പോർഷനകത്ത് വരുന്നുണ്ട്. പക്ഷെ ഇതാണ് ഇതിന്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കണ്ടന്റ്സ് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു പ്രസ് ദ ലൈക്ക് ബട്ടൺ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ഫോർ ഫർദർ വീഡിയോസ്. അപ്പോൾ സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.